അനിയത്തിയും കൂടെ സ്റ്റുഡിയോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനും അനിയത്തിയും കൂടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും കുറേ പുതിയ കളക്ഷനൊക്കെ വന്നെന്ന് കേട്ടു. സോ അപ്പോൾ കളക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും അനിയത്തിയും കൂടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് താഴത്തെ ഫ്ലോറിൽ ഗേൾസിന് നമുക്ക് സെക്ഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ 599 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ നമുക്ക് ഇത് 899 ആണ്. പിന്നെ 899 തന്നെ ഉള്ളത് കുറേ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത അതിലേക്ക് നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് 899 തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് വന്നിട്ട് 899 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അതായത് ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് തൊട്ടിട്ടുള്ളതാണ് ഈ ഡ്രസ്സസ്. ഓക്കെ, ഇതും 899 ആണ്. ഇത് 799 ആണ് വൈറ്റും. പിന്നെ ചില നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ, ഇതിപ്പോൾ ഒരുമിച്ചുള്ളതുകൊണ്ട് 2 പാർട്ടായിട്ടുള്ളതും. ഓക്കെ, ഇത് കുറച്ച് കളർഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 599 ആണ്. ഓക്കെ, നമുക്ക് ട്രാവലിംഗ് പറ്റിയ കുറച്ച് ഡ്രസ്സസ്സാണ് അത്. ഇത് വന്നിട്ട് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് 599 ആണ് ഡ്രസ്സ്. ഓക്കെ, അനിയത്തി ഇത് എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വില കാണാനില്ല. ഓക്കെ, ഇതും 499 ആണ്. 599. അത് കുഞ്ഞു ഡ്രസ്സല്ലേ, കൊള്ളാം. പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാലോ, ഞാനും അനിയത്തിയും. ഓക്കെ, അടുത്ത് വന്നിട്ട് ഈ ഡ്രസ്സസൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് റീൽസിലൊക്കെ പലരും കാണുന്ന ഡ്രസ്സാണ് കേട്ടോ. റീൽസിലൊക്കെ കാണുന്ന കുറേ അടിപൊളി ഡ്രസ്സുണ്ട്. ഇതൊക്കെ ഒരു നല്ല ഇറച്ചിയൊക്കെ നമ്മൾ റീൽസിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു കളർഫുള്ളി ആയിരിക്കും. പിന്നെ സ്റ്റുഡിയോയുടെ ഏകദേശം നമ്മൾ ഡ്രസ്സസ് ഒരു ടച്ച് കിട്ടുന്ന സാധനങ്ങളല്ലേ, കൊള്ളാം. ഇത് 499 ആണ്. അനിയത്തി ഇതിൽ നിന്ന് ഏതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രയൽ ഇട്ടു. നമ്മളത് റീലായിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. ഇത് പോയിട്ട് വീഡിയോ അല്ലാതെ നമ്മൾ റീലായിട്ട് ചെയ്യാം. ഞാനും ജസ്റ്റ് ഇത് നമ്മൾ ട്രയൽ ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ജസ്റ്റ് നോക്കിയത് നമ്മുടെ ബോയ്സിൻ്റെയാണ്. അല്ല, ഇത് ഗേൾസിനാണെന്ന് തോന്നുന്നു. അല്ല, ഇത് ബോയ്സിൻ്റെയാണ്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയാട്ടാ. 199 ആണ് അതിൻ്റെ. ഓക്കെ, ചുമ്മാ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിലിരുന്നാണ് ഞാനിങ്ങനെ ആടിക്കളിക്കുന്ന. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. കുറച്ച് അനിയത്തിൻ്റെ കുറച്ച് സ്ലൈഡും ഇതൊക്കെയാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന സ്ലൈഡ് എന്തായാലും ബിൽഡ് ക്വാളിറ്റി ഞാൻ റിയലി സമ്മതിക്കുകയാണ്. എനിക്ക് പെയ്ഡൊന്നുമല്ല, ഞാൻ ജസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറഞ്ഞതാണ്. അടിപൊളിയാണ് ഇവരുടെ ഇത്. ഓക്കെ, ഇത് 799 കുറേ കിട്ടും അതിൽ തന്നെ. പിന്നെ ഈ സ്ലൈഡ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ കാരണം അനിയത്തി ഇത് തന്നെ പണ്ട് അവൾ വാങ്ങുന്നതെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകും, പക്ഷേ തറ എവിടുന്നാലും പോകും. ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് ഒരു പ്രത്യേക ഒരു ബിൽഡ് ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്, എടുത്ത് പറയേണ്ടതാണ്. ഇവരുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കളക്ഷനാണ് അവരുടെ. പിന്നെ ഷൂസ് 399 ഷൂസൊന്നും ഞാൻ മേടിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് കാണിച്ചിൻ്റെ കൂടെ കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് 799 ആണ്. കുറച്ച് കൊള്ളാം, പക്ഷേ 799 ആണത്. ആ ജോബൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് കിഡ്സിൻ്റെ ആണിത്. ഐ തിങ്ക് കിഡ്സ് 5 to 14 years ആണ്. ഇത് 179 ആണ് എൻ്റെ റേറ്റ് വന്നിട്ട്. കിഡ്സ് സൈഡിൽ കൂടെ ഓടിക്കളിക്കുന്നു. അടുത്തത് നമ്മുടെ ഷർട്ട്സാണ്. ഈ ഷർട്ട് എനിക്ക് ഇവിടുത്തെ ഷർട്ട്സ് നോർമലി എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ലാസ്റ്റ് ടൈം എനിക്ക് നമ്മുടെ 1K സെലിബ്രേഷൻ അല്ല 1K അല്ല നമ്മുടെ 1 lakh സെലിബ്രേഷൻ വേണ്ടി ഇവിടെ നിന്ന് എടുത്തായിരുന്നു. സോ അങ്ങനെ ജസ്റ്റ് വന്നതുകൊണ്ട് അന്ന് ഞാൻ എടുത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു അത്. സോ ഇത് കുറച്ചൊരു കളർഫുള്ളാണ്. ഇതും മറ്റേ ഇപ്പോൾ ഇടുന്നൊരു ട്രെൻഡിങ് ടൈപ്പൊക്കെ തന്നെ, പക്ഷേ എനിക്കെന്തോ ഹാഫ് കൈ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ കാണിച്ച അതേ വെറൈറ്റിയാണ്. വീണ്ടും ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, ഇത് ആ കളറാണ് ഞാൻ ജസ്റ്റ് കണ്ടത്. ഇതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഇപ്പോൾ റീൽസൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബായിരിക്കും. ബട്ട് അതിൻ്റെ വില 599 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ദെൻ ഇത് വന്നിട്ട് റേറ്റ് 599 തന്നെയാണ്. ഇതൊക്കെ റേഞ്ചൊക്കെ വരും. 599 ആണ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ അകത്ത് ഫുള്ള് കാറ്റ് കയറുന്ന ടൈപ്പാണ്. അത് നമ്മൾ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പുറം നമുക്ക് കാണാൻ പറ്റും. പുറത്തിടുമ്പോൾ നമ്മൾ അകത്ത് ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറിൽ നമ്മുടെ ബോഡിയുടെ കളർ അപ്പിയറൻസ് ചെറുതായിട്ട് അറിയാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിടുമ്പോൾ ചിലർ നമുക്ക് അകത്ത് വൈറ്റ് ഇടും, ചിലരിടില്ല. അത് പേഴ്സണലി ആണ്. ഇത് വൈറ്റ്, ഇവിടുത്തെ വൈറ്റൊക്കെ ഭയങ്കര ഇങ്ങനെ പാള പോലെ കിടക്കുന്ന ടൈപ്പാണ്. ഇത് ഗേൾസിനാണ്. എൻ്റെ അനിയത്തി ഇതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യണമെന്നാണ് അവൾ കരുതിയിരുന്നത്. പിന്നെ അവസാനം അവൾ സെലക്ട് ചെയ്തത് ആ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ബ്ലൂ ആണ് അവൾ സെലക്ട് ചെയ്തത് അവസാനം. ബ്ലാക്ക് എന്തോ വേണ്ടെന്ന് പറഞ്ഞ് ലാസ്റ്റ് വൈറ്റ് കണ്ട ഇതാണ് അവൾ സെലക്ട് ചെയ്തത് ലാസ്റ്റ്. ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു. ഇത് ഈ ഡ്രസ്സോ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. അല്ല അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പൂവുള്ളതാണ്. അതിട്ടാണ് ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് 599 ആണ് അതിൻ്റെ റേറ്റ്. ഓക്കെ, ഇതെടുക്കണോ കൺഫ്യൂഷനിലാണ്. ലാസ്റ്റ് അവൾ ഓക്കെ ഈ പാൻറ്റൊന്നും എടുത്തില്ല, ഇതൊക്കെ നോക്കുന്നേ ഉള്ളൂ. ഇത് 899 ആണ്. അത് കൊള്ളാം അല്ലേ പാൻറ്റ്സ്? കൊള്ളാലോ. പിന്നെ നമുക്ക് നമ്മുടെ ഷൂസിൻ്റെ നമ്മുടെ ചപ്പലിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 299 ആണ്. ഇതും 299 ആണ് ഇതൊക്കെ. പിന്നെ ലിഫ്റ്റിക്ക് നമുക്ക് ട്രയലുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്ന ലിഫ്റ്റിക്കാണ് ഇവിടെ ട്രയൽ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇത് ട്രയൽ ചെയ്ത് നോക്കി. ഓക്കെ, 499. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ട്രയൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അത് ശരിയാണ്. 299 ചപ്പൽസാണ്. ഓക്കെ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എത്തിയതൊരു 5:30 തിരിച്ചിറങ്ങിയത്. ഒരു 8 എത്രയും സമയം നമ്മൾ അതിൻ്റെ തൊണ്ടായിരുന്നു.
ഇത് 299 ആണ്. പക്ഷേ 299 എനിക്ക് ആ ഒരു കളർ എന്തോ എനിക്കൊന്ന് പിടിച്ചു. പക്ഷേ കളർ ഫെയ്ഡ് ആവുമെന്ന് എനിക്കറിയില്ല. ആ ഒരു പിങ്കിഷ് കളർ ഞാൻ അനിയത്തി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അനിയത്തി പറഞ്ഞു കൊള്ളാം. അടുത്ത് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്തു. ആ ഒരു കളർ അനിയത്തി ഇപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളർ മാച്ച് ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതൊന്നും ട്രൈ ചെയ്ത് നോക്കി. ആ ട്രയലും വിൻ ചെയ്തു. കൊള്ളാം. പക്ഷേ എടുക്കുന്നില്ല. നമ്മൾ പോവുകയാണ്. ഏതോ ചപ്പൽ അനിയത്തി ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ എടുത്ത ചപ്പലാണെന്ന് തോന്നുന്നു അവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് 79 ആണ്. നമുക്ക് ഈ നമ്മുടെ നെയിൽ പോളിഷൊക്കെ വന്നിട്ട് ഇത് നെയിൽ പോളിഷ് എന്നാണ് പറഞ്ഞത്. ഇത് നെയിൽ പോളിഷ് അല്ലേ? ഓക്കെ ഇത് 79 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് ചില കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കളർ വെറൈറ്റി ആണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കളർ വെറൈറ്റീസും ഉണ്ട്. ഏകദേശം ക്രയോൺസ് നമുക്ക് പറയുന്ന എല്ലാ കളർ വെറൈറ്റി ഉള്ളതുപോലെ ഇത് ചുണ്ടിലിടാം. ഇത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ കരുതി അവിടെ ഇരിക്കുന്നത് ഓക്കെ. അത് മറ്റേ നമ്മൾ ലിപ്സ്റ്റിക്കും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നെയിൽ പോളിഷും ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഐലൈനറാണ്. 99 ആണ് അതിൻ്റെ റേറ്റ്. എല്ലാം അവരുടെ ബ്രാൻഡ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സിറ്റിയിലെത്തുമ്പോൾ അവരുടെ ബ്രാൻഡ് സാധനം മാത്രമാണ് ഇവിടെ ഉള്ളത്. അനിയത്തി പറഞ്ഞു ഇതെന്താ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്നാലും എടുത്തു. ഓക്കെ, അടുത്തത് നമ്മുടെ ഫേസ് എന്തോ വാഷ് ചെയ്യാനുള്ളത് അങ്ങനത്തെ എന്തോ ആണെന്നാണ് അനിയത്തി പറഞ്ഞത്. ഇത് 29 ഉള്ളൂ. അത് വൺ ടൈം യൂസ് ആണെന്ന് തോന്നുന്നത്. ലിപ് കളർ അങ്ങനെ എന്തോ ലിപ് കളർ റിമൂവർ, നമ്മൾ ലിപ് കളർ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. 29 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ 2-3 വെറൈറ്റി ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ അനിയത്തിക്ക് അറിയാവൂ. അവൾ എന്തൊക്കെ പറയുന്നു. ഞാൻ കേട്ട് നിൽക്കുന്നു. അത് നെയിൽ റിമൂവറാണ്. ഞാൻ 49 ആണ് കേട്ടോ. അത് നമ്മൾ റിമൂവർ ഉണ്ടല്ലോ, നമ്മളിട്ട് റിമൂവ് ചെയ്യുന്ന സാധനം. ഇത് നെയിൽ പോളിഷാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് നമ്മൾ ബിൽ പേ ചെയ്യാനുള്ള സ്ഥലത്താണ് ഇതുള്ളത്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. നമ്മൾ കാരിക്ക മണ്ഡപത്തിനടുത്തുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ. നമ്മുടെ ബാലരാമപുരം കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് നിയമം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കാരക്ക മണ്ഡപത്തിനടുത്തിരിക്കുന്ന ആ ഒരു പ്ലേസിലേക്ക് പാപ്പനംകോണ്ടേക്ക് അടുത്തായിട്ട് വരുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഇവിടെയാണ് പേഴ്സണലി ഈ സ്റ്റുഡിയോ ആണ് ഞാനിപ്പോൾ നമ്മൾ ലുലു മാളിൽ പോകുമ്പോൾ അവിടെ തന്നെക്കാളും കുറച്ച് ബെറ്ററായി തോന്നി ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ ഈ ടൈം എത്തിയപ്പോൾ നമ്മൾ കുറച്ച് സ്പ്രേ ഒക്കെ കൊള്ളാം. നമ്മളിവിടെ നിന്ന് മേടിച്ചത് സ്പ്രേ ആണ് മേടിച്ചത്. സ്പ്രേയും പിന്നെ അനിയത്തിക്ക് 2-3 ഡ്രസ്സും കളക്ട് ചെയ്തു. അവളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ഡ്രസ്സും മേടിച്ചു. അതിട്ടാണ് നമ്മൾ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എന്തോ നമ്മളെല്ലാം ബില്ലൊക്കെ പേ ചെയ്തു. ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. കുറച്ച് സ്പ്രേ മേടിച്ചു. ബാക്കി നമ്മൾ റീലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാൻ ഇതുമായിട്ട് ലിങ്ക് കൊടുത്തേക്കില്ലേ. ഓക്കെ, അപ്പോൾ നമ്മളതിനെ പുറത്തിറങ്ങിയപ്പം രാത്രി ആയി കഴിഞ്ഞിരിക്കുന്നു, വീട്ടിലെത്തുമ്പോൾ താമസിച്ചെന്തെന്ന് പറഞ്ഞ സീനാവും. ഓക്കെ, എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിന് നന്ദിയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒത്തിരി റീൽസ് ഉണ്ടാവും. റീൽസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന ചാനലിടുന്ന മാക്സിമം വീഡിയോസ് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ പുരോഗമിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരെയും വിലപ്പെട്ട കമൻറ്റുകളും നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.